ഈ അടുത്ത കാലത്ത് റിലീസായ ചില പടങ്ങളിലെ പാട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രഞ്ജിൻ രാജ് ചെയ്തിട്ടുള്ള ക്യൂൻ എലിസബത്തിലെ പൂക്കളെ വാനിലെ പനിനീർ പൂവുകളെ പകലിൻ നോവുകളെ താഴെ എന്തിനു വന്നു നീ വെറുതെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പൂക്കൾ താഴെ വീണതാണ് അല്ലേ? ഒരു പെയിൻ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്തേക്ക് മരണം അടുത്തേക്ക് വന്നേക്കുക. അപ്പോൾ ആ മരണത്തിന് ഒരു പെൺകുട്ടി പകച്ചു നോക്കുന്ന അവളുടെ ആദ്യത്തെ ഒരു ഇതാണത്. ആ എക്സ്പ്രഷനാണത്. പൂക്കളെ രാവിലെ പനിനീർ പൂവുകളെ പകലിൻ്റെ നോവുകളെ എന്തിനാണ് താഴെ നിങ്ങൾ വന്നത്? അപ്പോൾ രാവിൻ്റെ പനിനീർ പൂക്കള് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? കാരണം എനിക്ക് അവിടുന്ന് തിരിച്ചു പോകാനുള്ളതാണെങ്കിൽ ഞാൻ അതായത് നമ്മൾ സ്വർഗത്തിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ മറ്റൊരു ലോകത്തു നിന്ന് വരുന്നു ഒക്കെ പറയുന്നത്. അങ്ങനെ വന്നിട്ട് പോവാനായിരുന്നെങ്കിൽ എന്തിനാണ് വെറുതെ വന്നത്? വെറുതെ വന്നതുപോലെ ഒരു ജന്മം തീരുന്നു എന്നുള്ള അതില് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട രഞ്ജനാണ്. കാരണം വെച്ചാല് ഞാൻ എഴുതിയത് മുഴുവൻ കുറച്ചും കൂടി ഫിലോസഫിക്കലായിരുന്നു. അപ്പൊ രഞ്ജന് വേണ്ട ഏറ്റവും സിമ്പിളാണ്. അപ്പൊ ഇനി സിമ്പിൾ ആയിക്കോട്ടെ ഞാൻ പറയും ഇതിനേക്കാൾ അപ്പുറം സിമ്പിൾ പറയുന്നത്. അപ്പോ ഞാൻ കുറച്ചും കൂടി ഫിലോസഫിക്കലായിട്ടാണ് എഴുതിയത്. കാരണം മരണത്തിനെ നമുക്ക് അത്ര സിമ്പിൾ ആക്കാൻ പറ്റില്ല. പക്ഷെ അതിലെ ഓരോ ഫ്രൈസും ഹുക്കും എല്ലാം അപ്പൊ രഞ്ജൻ അവസാനം ഹാപ്പി ആക്കുക എന്നുള്ളത്. അതായത് നമ്മളിപ്പോ അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ജനറേഷൻ അതാണ് വേണ്ടത്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ രഞ്ജന്റെ ഒപ്പവും മിഥുൻ മുകുന്ദന്റെ ഒപ്പമാണ് ഞാൻ 2 വർക്ക് ചെയ്തത്. ഒന്ന് പവീത കെയർ ടേക്കറിലെ പിറകിലാരോ വിളിച്ചു, മധുരനാരകം പൂത്തു. അത് ഒരു നോർമലിനേക്കാൾ അപ്പുറം ഒരു കോൺവെർസേഷൻ പോലെയുള്ള പാട്ടാണത്. അത് 2 ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. 2 പേര് ഹാപ്പി ആണെന്നാണ് എൻ്റെ അടുത്ത് ഭാവിച്ചത്. ശരിക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും മിഥുൻ മുകുന്ദൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഓ ഈ ഷിബു സാറൊക്കെ സീനിയേഴ്സ് ആണ്, എങ്ങനെയായിരിക്കും നമ്മളുമായിട്ട് ഡീൽ ചെയ്യാന്നൊക്കെ പേടിച്ചിട്ടാണ് നിന്നത്. എന്തൊരു ഈസിയാണ് വർക്ക് ചെയ്യാൻ എന്ന് ഇവൻ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു എന്ന് പിന്നീട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു. എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഏത് ട്യൂൺ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എഴുതാം. അപ്പോൾ ശരിക്കും സാറ് അപ്ലൈഡ് ആർട്ടാണെന്ന് പറയുമ്പോഴും അതിൻ്റെ ക്രാഫ്റ്റ് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ പാട്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ അപ്ലൈഡ് ആർട്ട് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സൗന്ദര്യം ഇപ്പം നമ്മുടെ അടുത്ത് പറയണ്ടല്ലോ, കവിത വേണ്ട എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കവിത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കവിത എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൗന്ദര്യമാണ് ഈ കവിത. അല്ലാതെ കട്ടിയുള്ള വാക്കുകളോ ഒന്നുമല്ല. നീലമാമരങ്ങളിൽ ചാരി നിന്നിളന്തന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി എന്ന് പറയുന്നിടത്താണ് കവിത ഇരിക്കുന്നത്. ഈ ചെയ്യുന്ന വർക്കുകൾ എവിടെയോ ഈ സൗന്ദര്യത്തിന് ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് അപ്ലൈഡ് ആർട്ട് എന്ന് പറയുമ്പോൾ തന്നെ സിനിമയിൽ അതെങ്ങനെ വരുന്നു എന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത്. അത് എവിടെയോ പോയിട്ട് ഈ പോയിട്രിയെ ടച്ച് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. ഇപ്പം നമ്മളൊരു നല്ല പരസ്യത്തിന് നല്ലൊരു പെയിന്റിങ് ഉപയോഗിച്ചൂടെ? എവിടെയെങ്കിലും ആ പെയിന്റിന്റെ ആ ഒരു താളവും കളറും ഒക്കെ ഒന്നിച്ചു വരുമ്പോഴാണ് ആ ഒരു നല്ല പരസ്യം പോലും ആവുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു സിനിമാ പാട്ട് അപ്ലൈഡ് ആർട്ടാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ മനസ്സിനെ വന്ന് തൊടുന്ന ഒരു കാവ്യാംശം വേണം. ആ പാട്ടേ നിലനിൽക്കുള്ളൂ. സർ, ഗോപി സുന്ദറിന്റെ ഒരു പാട്ടും കൂടെ പറഞ്ഞ് ഇപ്പോൾ നമുക്ക് ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സന്തോഷം. കടല് കാണാത്തൊരുത്തിക്കൊരു കവിത ഞാൻ കൊടുത്തയച്ചു. കടല് കാണാത്ത ഒരുത്തിക്ക് ഞാനൊരു കവിത അയച്ചു കൊടുത്തു. കടലാസ് കുമ്പിളിൽ കോരിയെടുത്തൊരു കടലായിരുന്നു അത്. അപ്പൊ ഇവള് ചോദിക്കുന്ന കരയെത്ര തള്ളി അകറ്റിയിട്ടും പോവാത്ത തിരയായിരുന്നു അത് എന്ന്. അത് ഇവള് പറയുന്നത് കടലെത്ര തള്ളി അകറ്റിയിട്ടും പോവാത്ത തിരയായിരുന്നോ അത് എന്ന് പറയുന്ന ഒരു
അപ്പോൾ ഗോപി എടുത്ത് ഈ ജീവൻ എന്ന് പറയുന്ന കമ്പോസിങ് ടൈമില് ബാക്കിയുള്ള ഒരു കള്ളുപാട്ടുണ്ടായിരുന്നു, കള്ളം പറയാത്ത കള്ള എന്ന് പറഞ്ഞിട്ട്, പിന്നെ മതിലേഖ മാഞ്ഞു അവരുടെ ലൈഫിന്റെ സെപ്പറേഷൻ്റെ ഒരു സമയത്ത് ഉപയോഗിക്കുന്ന പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പാട്ട് കഴിഞ്ഞിട്ട് ഗോപി അടുത്ത പാട്ടിന്റെ ലവിന്റെ സമയത്തുള്ള പാട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ ലിറിക്സ് ഞാൻ ഗോപി അടുത്ത് പറഞ്ഞപ്പോൾ ഗോപി എൻ്റെ അടുത്ത് പറഞ്ഞു, ലിറിക്സ് കേട്ടിട്ട് എനിക്ക് കൊതി വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കൊതി കളയണ്ട. അങ്ങനെ അമേരിക്കൻ എന്താ ഈ വാട്സ് എന്താ ഡാൻസിന്റെയും മ്യൂസിക്കിന്റെയും ആ പാറ്റേണിലാണ് ആ ഒരു ഡാൻസിന്റെ ഒക്കെ ആ ഒരു പാറ്റേണിൽ ഭയങ്കര രസമായിട്ടുള്ള ഓർക്കസ്ട്രേഷനാണ്, അതിന്റെ താളവും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഗോപി ചെയ്തതാണ്. എന്തായാലും ആ പല്ലവി ആസ് ഇറ്റ് ഈസ് ലിറിക്സ് ആയിട്ട് തന്നെ എടുത്തു, പിന്നീട് ട്യൂൺ ഇട്ടു. എങ്കിൽ പോലും എന്താ കര തേടുന്ന 2 കടൽ പക്ഷികൾ, അതിൽ ഒന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു റൈറ്റിംഗ് ആണ്. കാരണം വെച്ചാൽ ഞാൻ ഗോപി എടുത്ത് പറഞ്ഞു, ഗോപി എനിക്ക് ഇങ്ങനെ ഒരു ട്യൂണാണെങ്കിൽ, ഗോപി ട്യൂൺ ഇട്ട് തന്നെങ്കിലും അപ്പൊ അതിനനുസരിച്ചിട്ട്, കാരണം ഏതോ കര തേടുന്ന 2 കടൽ പക്ഷികൾ, അത് ഒരു വൃക്ഷം പോലും ഇല്ലാത്ത കടലാണ്. ഈ എന്താ പൊരിവെയിലില് തീരം തേടി പറക്കുന്ന 2 കടൽ പക്ഷികളിൽ ഒരു കടൽ പക്ഷിയുടെ നിഴല് തനിക്ക് തണലായി മാറുന്നു എന്ന് പറയുന്ന ഒരു കാര്യം അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റിയിരുന്നു. വളരെ അപൂർവമായിട്ടൊക്കെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റാറുള്ളൂ. അത് കുറെ കഴിയുമ്പോഴേക്കും നമ്മള് അങ്ങനെ എഴുതാൻ വിചാരിച്ചതൊക്കെ എഴുതാൻ പറ്റാതെ മറന്നുപോകില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെ എഴുതാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്തായാലും കടല് കാണാത്ത ഒരുത്തിക്ക് ഞാനൊരു കവിത അയച്ചു കൊടുത്തു, യൂട്യൂബിലുണ്ട്. തീർച്ചയായിട്ടും നല്ല പാട്ടുകളാണ്. സാറിപ്പോൾ സന്തോഷിച്ചാലില്ലെങ്കിലും ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് ഓർത്തു വെക്കാൻ പറ്റുന്ന പാട്ടുകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ, നമ്മളൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ മലയാളി മറക്കാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരുപിടി ഗാനങ്ങൾ ഇനിയും എഴുതാനുള്ള ഊർജ്ജം ഉണ്ടാവണം. ഓഡിയൻസ് ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ശ്രോതാക്കളാണെങ്കിലും ഇവര് ഓർത്തു വെക്കുന്നു എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞത് അതിൽ അവകാശവാദത്തിന് വരാത്തത് ഇന്നത് നിങ്ങളുടെ മാത്രമാണ് എന്ന് പറയുന്നതാണ്. കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് ആഡ് ഓൺസ് സംഭവിച്ചിരിക്കുന്നു. അതിൽ ഇനി ഞാൻ ക്രെഡിറ്റ് പറഞ്ഞ് അങ്ങോട്ട് വരുന്നത് ബുദ്ധിയല്ല എന്നുള്ള ഒരു ഇതിൽ ആണ് ഞാനത് പറയുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് എവിടെ പോകുമ്പോഴും മലയാളികളുള്ളടുത്ത് മുഴുവൻ നമ്മളുടെ ഏതെങ്കിലും പാട്ട് ഈ മനുഷ്യര് കൊണ്ടു നടക്കുന്നു എന്നുള്ള നമ്മളുടെ ഒരു അറിയലുണ്ട്. അവര് വന്നിട്ട് ഒരു സെൽഫി എടുക്കാനൊക്കെ, ഇന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു സെൽഫി എടുക്കട്ടെ, ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നത് സത്യമായിട്ട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സന്തോഷിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ കളവ് പറയുന്ന ഒരാളായിരിക്കും. അത് സന്തോഷം ഇല്ലാന്നല്ലേ പറഞ്ഞത്, ഞാൻ അത് മാത്രമായിട്ടുള്ളൊരു ഞാൻ പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് അന്നത്തെ ഒരു ഇതിൽ ഞാൻ എഴുതി കഴിഞ്ഞു. പക്ഷെ ഇന്ന് അതെല്ലാം ഇത് പ്രേക്ഷകരെയാണ്. അവിടെ വന്നിട്ട് ഞാൻ ആ പാട്ടിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ തല്ലിന്നിരിക്കും. കാരണം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാട്ടുകളാണ്. അത് ആ ഒരു കാലഘട്ടവും അവരുടെ ജീവിതവും ഒക്കെ അതിൻ്റെ ഒപ്പം, അവരുടെ ഓർമ്മകളും ഒക്കെ അതിൻ്റെ ഒപ്പം എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ എനിക്കൊരു ക്രെഡിറ്റും ഇന്നില്ല. പണ്ട് ഞാൻ എഴുതി, ഇന്ന് അത് അവരുടെയാണ്. അത് ഇതോടുകൂടി തന്നെ മനസ്സിലാക്കണം. കെട്ടിച്ചു കൊടുത്ത മകള് അത്ര മകള് തന്നെയാണ്. പക്ഷെ ഇന്ന് അത് അവർക്ക് കുടുംബവും ഇതൊക്കെ ആയിന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ വർക്കും. ഇപ്പോൾ റൂൾസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴും പ്രോഗ്രസീവ്നെസ് പറയുമ്പോഴും, നിന്നെ എണീക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തെടുത്തു, നീ വാടാതിരിക്കുവാൻ ഞാൻ എടുത്തു വെച്ചു, എൻ്റെ ഹൃത്തിലെടുത്തു വെച്ചു. ഇപ്പം ഞങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ ഇങ്ങനെയുണ്ട്. ചിലതൊക്കെ പ്രോഗ്രസീവാണ്, ചിലതൊക്കെ ആ കാലഘട്ടത്തിന്. ഇതിൻ്റെ അകത്തുള്ള പ്രോഗ്രസീവ് ആവാം, ഒപ്പം ട്രഡീഷണൽ ആവേണ്ടി വരും. കാരണം ഇതെല്ലാം മറ്റൊരു പർപ്പസിന് വേണ്ടി എഴുതുന്നതാണ്. അല്ലാതെ ഈ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അല്ല. എന്നെ ഇപ്പോൾ ഞാനിവിടെ ഷോർട്സും ടീഷർട്ടും ഇട്ടിട്ട് ഒന്ന് ലുലുവില് പർച്ചേസിന് പോകുമ്പോൾ ആൾക്കാര് ശിവ ചക്രവർത്തി ഇങ്ങനെയല്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണെന്നുള്ളതല്ല, ഞാൻ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടിയിട്ട് എന്നെ എയർപോർട്ടിൽ വന്നിട്ട് ഇവിടുന്ന് മദ്രാസില് ടീഷർട്ടും ഷോർട്സും ഇട്ടിട്ട് ആഡ് ഫിലിം എഴുതാൻ വേണ്ടി പോയിട്ട്
തമിഴൻ ഡ്രൈവർ എന്നെ കൂട്ടാതെ തിരിച്ചുപോയി. കാരണം മലയാളി റൈറ്റർ ആണെങ്കിൽ ജുബയും മുണ്ടും താടിയൊക്കെ വേണമെന്ന് എങ്ങനെ ധരിച്ചു വെച്ചു. അതുകൊണ്ട് അവൻ എന്നെ വിളിക്കാതെ പോയി. അപ്പൊ നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മളിന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു സിറ്റുവേഷൻ ആവശ്യപ്പെടുന്ന, സിനിമ ആവശ്യപ്പെടുന്ന, അത് നമുക്ക് കൊടുക്കാൻ സാധിക്കണ്ടോ എന്നുള്ളതാണ്. അത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അത് തുടരുക. അപ്പോൾ അങ്ങനെ തുടരാൻ കഴിയട്ടെ. നന്ദിയുണ്ട് ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞത്. താങ്ക് യു. വളരെ സന്തോഷം.